നമസ്കാരം സുഹൃത്തുക്കളെ, ഈ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മളൊരു ടൈം മെഷീനിൽ കയറി നേരെ 1971 പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ശാന്തികുഞ്ചിൽ നിന്നുള്ള അഖണ്ഡ ജ്യോതി എന്ന വിസ്മയിപ്പിക്കുന്ന പ്രസിദ്ധീകരണത്തിന്റെ ലോകത്തേക്ക്. 50 വർഷത്തിലധികം പഴക്കമുള്ളൊരു ചരിത്രരേഖയെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതിനിപ്പോൾ എന്താണ് ഇത്ര പ്രസക്തിയെന്ന്, അല്ലേ? എന്നാൽ ഇതിലെ ആശയങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ ആധുനിക ജീവിതത്തിന് എത്രത്തോളം അനുയോജ്യമാണെന്ന് കാണുമ്പോൾ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ജീവിതത്തെ എങ്ങനെ സന്തുലിതമായി വളരെ കൂളായി കൊണ്ടുപോകാമെന്നതിന്റെ അതിശയകരമായ ഒരു രൂപരേഖയാണ് നാം ഇന്ന് പരിവേഷണം ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ മാസികയിലെ തികച്ചും വ്യത്യസ്തമായ രണ്ടാശയങ്ങൾ തമ്മിലുള്ള അന്തരം ശരിക്കും നമ്മെ അമ്പരിപ്പിക്കുന്നതാണ്. ഒരു വശത്ത് ഭഗവാനെ വീണ്ടും വീണ്ടും ഓർക്കുക എന്നു പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റത്തെ ആത്മീയതയെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ യാതൊരു മുഖവുരയുമില്ലാതെ വളരെ മൂർച്ചയേറിയ ഒരു ആരോഗ്യ മുന്നറിയിപ്പും നൽകുന്നു. നിങ്ങൾക്ക് ക്യാൻസർ വേണമെങ്കിൽ സിഗരറ്റ് വലിക്കുക. എന്തൊരു കോൺട്രാസ്റ്റാണല്ലേ ഇത്! ആഴത്തിലുള്ള ആത്മീയതയും അതുപോലെ തന്നെ പച്ചയായ യാഥാർത്ഥ്യബോധമുള്ള ആരോഗ്യ ഉപദേശങ്ങളും തമ്മിൽ ഇത്ര മനോഹരമായി എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ സ്രോതസ്സിനെ ഇത്രത്തോളം ആകർഷകമാക്കുന്നത്. ആത്മീയത എന്നത് വെറുതെ എവിടെയോ മേഘങ്ങളിൽ ഒഴുകി നടക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതവുമായി അതെത്രത്തോളം ഇഴചേർന്നിരിക്കുന്നു എന്ന് ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ശരി, 1971 ഈ ബൃഹത്തായ മാസികയെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 5 പ്രധാന ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമതായി, ഇതൊരു ചരിത്രപരമായ ആത്മീയ മാസികയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. 2, മനസ്സിനും ആത്മീയതയ്ക്കും നൽകുന്ന പ്രാധാന്യം. 3, ആരോഗ്യവും പ്രായോഗിക ജീവിതവും. 4, ശാസ്ത്രവും പ്രകൃതിയും. ഒടുവിൽ 5, യുഗനിർമ്മാണ പ്രസ്ഥാനം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. ശാന്തികുഞ്ഞിന്റെ അതിവിശാലമായ ആ സാഹിത്യലോകം ഒന്ന് പര്യവേക്ഷണം ചെയ്തു നോക്കാം. 50 വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ഈ മാസികയുടെ വ്യാപ്തിയും പുരോഗമനപരമായ കാഴ്ചപ്പാടും ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇതൊന്ന് കേട്ടുനോക്കൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന സ്ട്രെസ് മാനേജ്മെന്റ് അഥവാ സമ്മർദ്ദ നിയന്ത്രണം, അതുപോലെ സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വാക്കുകളൊക്കെ അക്കാലത്ത് തന്നെ ഈ മാസികയിൽ വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തിരുന്നു. അവർ അവരുടെ കാലത്തേക്കാൾ എത്രയോ വർഷങ്ങൾ മുന്നിലായിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? അന്ന് തന്നെ ഇത്തരം സാമൂഹികവും മാനസികവുമായ വിഷയങ്ങൾക്ക് അവർ വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നത് തീർച്ചയായും നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ, ഈ മാസിക ശാസ്ത്രത്തെയും ആത്മീയതയും വേർതിരിച്ചല്ല കണ്ടത്, മറിച്ച് ശാസ്ത്രവും ആത്മീയതയും ഒത്തുചേരുന്ന സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി, അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്താനുള്ള ലൈഫ് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതൊന്നും അവർ പഠിപ്പിച്ചില്ല. എല്ലാത്തിനും വളരെ വ്യക്തമായ പ്രായോഗികമായ അടിത്തറയുണ്ടായിരുന്നു. ഈ സാഹിത്യം എന്ന് പറയുന്നത് വെറുമൊരു സാങ്കല്പിക തത്വചിന്ത മാത്രമായിരുന്നില്ല കേട്ടോ. വ്യക്തിത്വ വികസനം അഥവാ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കുടുംബ ബന്ധങ്ങൾ എന്നിവയിലൂടെ ഓരോ വ്യക്തിക്കും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വ്യക്തമായ ടൂളുകൾ അവർ നൽകി. ഒരു നല്ല സമൂഹമുണ്ടാകണമെങ്കിൽ ആദ്യം വ്യക്തിയും കുടുംബവും നന്നാകണം എന്ന വലിയ പാഠമാണ് ഇതിലൂടെ അവർ നൽകുന്നത്. ഇതിലും വലിയൊരു യാഥാർത്ഥ്യം